ഹായ് എവരിവൺ. ബിസിനസ് റെഗുലേഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റൂൾ ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. വിത്തൗട്ട് കൺസിഡറേഷൻ കോൺട്രാക്റ്റ് വോയിഡ് ആവോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള എക്സെപ്ഷൻസ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കോൺട്രാക്റ്റിൻ്റെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഓർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്നീ ഭാഗ്യങ്ങളെക്കുറിച്ചായിട്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കൺസിഡറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കൺസിഡറേഷൻ എന്നുള്ളത്, അല്ലേ? The consideration is one of the essential elements of a valid contract. ഒരു വാലിഡ് കോൺട്രാക്റ്റിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. The term consideration may be defined as the price of the promise. ഒരു ആരാണോ കോൺട്രാക്റ്റ് ഒരു പ്രോമിസ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന എന്തും, അപ്പോൾ ക്യാഷ് ആവാം അല്ലെങ്കിൽ എന്താണോ അദ്ദേഹത്തിന് പകരം നൽകുന്നത് അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് കൺസിഡറേഷൻ എന്നുള്ളത് നമ്മൾക്ക് അറിയാം. ഇനി ഇന്ന് പഠിക്കാനുള്ളത് റൂൾ ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള ഭാഗമാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 25, ആൻ അഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. സെക്ഷൻ 25 കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 25 പ്രകാരം ഒരു അഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡാണ്, അതായത് അത് ക്യാൻസൽ ചെയ്തതാണ് എന്നുള്ളതാണ്. വോയിഡായിട്ടുള്ള അഗ്രിമെൻ്റ് ആണെന്നാണ്. പക്ഷേ gratuitous promise shall be enforceable by law if the promise on the faith of such promise suffered a liability as suffering determined forms a valid consideration. പക്ഷേ സൗജന്യമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്ക്, അതായത് കൺസിഡറേഷൻ ഇല്ലാതെയും നമ്മൾക്ക് ലോ പറയുന്നത് പ്രകാരം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. അത് വാലിഡ് ആവും എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സാൽമണ്ട് ആൻഡ് വൺഫീൽഡ്, എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് എ ഗിഫ്റ്റ്. ഒരു കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു പ്രോമിസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. വൺ മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ഈസ് എ ബാർഗെയിൻ. അത് ആ ഒരു പ്രോമിസ് കൺസിഡറേഷൻ്റെ പുറത്താണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ബാർഗെയിൻ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഒരു പ്രോമിസ് എന്താണ് കൺസിഡറേഷൻ ഇല്ലാതെയാണെങ്കിൽ അതിനെ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്നു. അവിടെ ആ ഒരു പ്രോമിസിനെ തന്നെ വൺ മെയ്ഡ് ഫോർ കൺസിഡറേഷൻ, അത് ആ ഒരു പ്രോമിസ് കൺസിഡറേഷൻ്റെ പുറത്താണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ ബാർഗെയിൻ എന്നും പറയുന്നു. ഇനി ഇതിൻ്റെ എക്സെപ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എക്സെപ്ഷൻ ടു ദി ജനറൽ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് എന്താണ്, വോയിഡാണെന്ന് പറഞ്ഞു. നോ കോൺട്രാക്റ്റ്, അവിടെ കോൺട്രാക്റ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ എക്സെപ്ഷണലായിട്ടുള്ള കേസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, അഗ്രിമെൻറ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അഗ്രിമെൻറ്റ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ലവ് ഓർ അഫെക്ഷൻ്റെ പുറത്താണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു വ്യക്തി, എ ഫോർ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പ്രോമിസ് ടു ഗിവ് ₹1000 ടു ഹിസ് സൺ ബി. എ എന്ന് പറയുന്ന ഒരു പാരൻറ്റ് അദ്ദേഹത്തിൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അഫെക്ഷൻ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകന് 1000 രൂപ നൽകുന്നു. ബി എന്ന് പറയുന്നത് എ പുട്ട് ഹിസ് പ്രോമിസ് ടു ബി ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ് ഇറ്റ്. ദിസ് ഇസ് വാലിഡ് കോൺട്രാക്ട്. ഇത് എഴുതിക്കൊണ്ടാണ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട്
ആണ് അദ്ദേഹം ബിക്ക് നൽകുന്നതെങ്കിൽ, എം എന്ന് പറയുന്നത് പാരൻ്റാണ്, ബി എന്ന് പറയുന്നത് മകനാണ്, മകന് നൽകുന്നതെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറും. അവിടെ ഒരു കൺസിഡറേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അഗ്രിമെൻറ്റ് മെയ്ഡ് on account of nature, love and affection, സെക്ഷൻ 25 സബ്സെക്ഷൻ 1, ഇതെന്താണ്, ഇതിന് ഒരു നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള റൂളിന് എക്സെപ്ഷൻ ആണ് എന്നുള്ളതാണ്. ദിസ് ക്ലോസ് ലേസ് ഡൗൺ ഫോർ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഈ ക്ലോസ് സാധ്യമാവണമെങ്കിൽ 4 എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? ദ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അഗ്രിമെൻ്റ് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണമാണ്. ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ. ഇത് നിയമാനുസൃതം രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇറ്റ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചർ, ലവ് ആൻഡ് അഫെക്ഷൻ. ഇത് ഈ ഒരു കരാർ അല്ലെങ്കിൽ ഈ ഒരു അഗ്രിമെൻറ്റ് ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ മാത്രമായിരിക്കണമെന്ന്. അക്കൗണ്ട് ഓഫ് നേച്ചർ, ലവ് ആൻഡ് അഫെക്ഷൻ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ പാർട്ടീസ് സ്റ്റാൻഡിങ് ഇൻ നിയർ റിലേഷൻ ടു ഈച്ച് അതർ. ഇതിലെ പാർട്ടീസ് എന്ന് പറയുന്നത് നിയർ റിലേഷൻസിൽ ഉള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ള 4 ക്ലോസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. രണ്ടാമതായിട്ട് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ പോസ്റ്റ് വോളണ്ടറി സർവീസസ്. നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പാസ്റ്റ് വോളണ്ടറി സർവീസസിൻ്റെ പേരിൽ നമ്മൾക്ക് ആ ഒരു പോസ്റ്റ് വോളണ്ടറി സർവീസിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരാളെന്തെങ്കിലും ഓഫർ ചെയ്തു, അതിന് അവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ അതും നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന റൂളിന് ഒരു എക്സെപ്ഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സച്ച് പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വാലിഡ്. ഈ ഒരു പ്രോമിസ് ഇപ്പോൾ ഒരാൾ ഫാസ്റ്റായിട്ട് നമ്മൾക്ക്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സ് ആൻഡ് വൈ, എക്സ് ഫൈൻസ് വൈസ് പേഴ്സ്. എക്സ് എന്ന് പറഞ്ഞ ആൾ വൈൻ്റെ പേഴ്സ് കണ്ടുകിട്ടുകയും അത് വൈക്ക് തിരിച്ച് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ വൈ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ഒരു 500 രൂപ പ്രോമിസ് ചെയ്യുന്നു. ആർക്ക്? എക്സിന്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ പാസ്റ്റ് വോളണ്ടിയർ. അപ്പോൾ എക്സ് ചെയ്ത പാസ്റ്റായിട്ടുള്ള ഒരു വോളണ്ടിയർ സർവീസസിന് വേണ്ടിയിട്ട് വൈ അദ്ദേഹത്തിന് നൽകുന്ന ഒരു പാരിതോഷികം. അപ്പോൾ ഈ ഒരു കേസിൽ കൺസിഡറേഷൻ ഇല്ലാതെ കോൺട്രാക്റ്റ് എന്താവും? വാലിഡ് ആവും എന്നുള്ളതാണ്. ഓക്കെ. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോസ് സാധ്യമാവണമെങ്കിൽ 4 കാര്യങ്ങളുണ്ട്. ഇഫ് ദ ആക്ട് വാസ് ഡൺ വോളണ്ടിയർലി. ഈ ഒരു പ്രവൃത്തി, ഇപ്പോൾ എക്സ് ചെയ്ത പ്രവൃത്തി വോളണ്ടിയറായിട്ട് ചെയ്തതായിരിക്കണം. അതായത് എക്സ് എന്ന് പറയുന്ന വ്യക്തി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു പാരിതോഷികം പ്രതീക്ഷിച്ചിട്ടല്ല, അദ്ദേഹം വോളണ്ടിയറായിട്ട് ചെയ്തു എന്നത്. ഇറ്റ് ഈസ് രജിസ്ട്രേഡ് അണ്ടർ ദ ലോ. രണ്ടാമതായിട്ട് പറയുന്നത് ഫോർ ദ പ്രോമിസർ or something which the promiser was legally bound to do. The promiser must be existence in the time when the act was done. Promiser എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് അത് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. The promiser must agree now to compensate the promise. പ്രോമിസർ ആരാണോ പ്രോമിസ് ചെയ്യുന്നത് അവർ മസ്റ്റ് അഗ്രി ടു കോമ്പൻസേറ്റ് ദ പ്രോമിസ്. അവർ പ്രോമിസ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അഗ്രി ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. അഥവാ വെൻ എ ഡെപ്റ്റർ മേക്സ് എ റിട്ടേൺ ഓർ രജിസ്ട്രേഡ് പ്രോമിസ്. ഒരു ഡെപ്റ്റർ റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള പ്രോമിസ് ചെയ്യുന്ന അണ്ടർ സിഗ്നേച്ചർ ഹിസ് ഓൺ ഓർ ദാറ്റ് ഹിസ് ഏജൻറ്റ് to pay time barred debt, no fresh consideration is needed. ടൈമിന് അഥവാ ഒരു ഡെപ്റ്റർ അദ്ദേഹം ഒരാൾക്ക് പൈസ കൊടുക്കുകയാണ് സിഗ്നേച്ചറിൻ്റെ പുറത്ത്, അണ്ടർ ദ സിഗ്നേച്ചർ ഹിസ് ഓൺ ദാറ്റ് ഹിസ് ഏജൻറ്റ്, ടൈം ബാർഡായിട്ട് ഒരു കൺസിഡറേഷനും ഇല്ലാതെ. ദ ഫോളോയിങ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഇവിടെ ഫോളോയിങ് കണ്ടീഷൻസ്, ഈ ക്ലോസ് സാധ്യമാവണമെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻസ്: ദ പ്രോമിസ് ടു പേ മസ്റ്റ് ബി ഡെഫിനിറ്റ് ആൻഡ് എക്സ്പ്രസ്. പ്രോമിസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ടും പേ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ടു പ്രോമിസ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്.
റൈറ്റിംഗ് ആയിരിക്കണം. ദ പ്രോമിസ് മസ്റ്റ് ബി സൈൻഡ് ദ പ്രോമിസർ ഓർ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ്. ആരാണോ പ്രോമിസർ അദ്ദേഹം മസ്റ്റായിട്ട് ആ പ്രോമിസിൻ്റെ പുറത്ത് സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദ ഡെപ്റ്റ് മസ്റ്റ് ബി ടൈം ബാക്ക്, ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് ദ റിക്കവറി ഓഫ് ദ ഡെപ്റ്റ് മസ്റ്റ് ബി എക്സ്പയർഡ്. ടൈമിൻ്റെ പുറത്തായിരിക്കണം ഈ ഒരു കരാറ് എഗ്രിമെൻറ്റ് നടന്നിരിക്കേണ്ടത്. ഓക്കെ, ഇനി നാലാമതായിട്ട് പറയുന്നത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ദ ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ് ബൈ എ ഡോണർ and accepted by the don are valid even without consideration. This completed gift needs no consideration. നമ്മൾ ഗിഫ്റ്റ് നൽകുമ്പോൾ അവിടെ എന്തില്ല, ഈ ഒരു റൂളിന് എക്സെപ്ഷൻ ഉണ്ട്. നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഏജൻസി, നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. ഒരു ഏജൻസി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺസിഡറേഷൻ ആവശ്യമില്ല, അവിടെ അഗ്രിമെൻറ്റ് മതി. Remission, no consideration is required for an agreement to receive less than what is actually due. ഓക്കെ, ഇത്രയും 6 കേസസിലാണ് ഈ റൂളിൽ നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്റ്റ് എന്നുള്ള റൂളിന് എക്സെപ്ഷൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്. According to section